ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഓം നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും തൃക്കാർത്തിക ആശംസകൾ. ഇന്ന് വൃശ്ചിക മാസത്തിലെ കാർത്തിക, അല്ലെങ്കിൽ കാർത്തിക മാസത്തിലെ കാർത്തിക. തമിഴിലും സംസ്കൃതത്തിലും ഈ മാസം കാർത്തിക മാസം തന്നെയാണ്, വൃശ്ചിക മാസം. കാർത്തിക നക്ഷത്ര ദിവസം പൗർണമി വരുന്നത് കൊണ്ടാണ് ഈ മാസത്തിന് കാർത്തിക മാസം എന്ന പേര്. ചാന്ദ്രമാസപ്രകാരം ചാന്ദ്രമാസം കണക്കാക്കുന്നത് പൗർണമി ഏത് നക്ഷത്രത്തിൽ വരുന്നോ ആ നക്ഷത്രത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ചന്ദ്രമാസത്തിന്റെ പേര് പറയുക. അപ്പോൾ ഇന്ന് പൗർണമിയുമാണ്, തൃക്കാർത്തികയും ആണ്. ഇന്ന് ഒരുപാട് വിശേഷ ദിവസം. ദേവിയുടെ കാത്യായനി അവതാര ദിവസം, മഹിഷാസുരമർദിനിയുടെ അവതാര ദിവസമായിട്ട് കണക്കാക്കും. മഹാദേവൻ തിരുവണ്ണാമലയിൽ ബ്രഹ്മാവിഷ്ണു അവർക്ക് രണ്ടുപേർക്കുമായിട്ട് ജ്യോതിർ രൂപത്തിൽ പ്രത്യക്ഷമായതായിട്ടുള്ള ദിവസമാണ്. തിരുവണ്ണാമലയിൽ ലക്ഷദീപം വളരെ വിശേഷമാണ്. തിരുവണ്ണാമല മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലുമൊക്കെ ഇന്ന് ലക്ഷദീപങ്ങളുണ്ടാവും. അതുപോലെ സുബ്രഹ്മണ്യസ്വാമിയുടെയും കാർത്തികേയനായി
അവതരിച്ച ദിവസം കൂടി ആണ്. അതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ പിറന്നാളായിട്ടും കാർത്തിക നക്ഷത്രം കണക്കാക്കും. അപ്പം അങ്ങനെ 3 പേർക്കും, ശിവനും ദേവിക്കും സുബ്രഹ്മണ്യസ്വാമിക്കും 3 പേർക്കും ഒരുപോലെ വിശേഷപ്പെട്ടതായിട്ടുള്ള ദിവസമാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഒരു വളരെ പവിത്രമായിട്ടുള്ള ദിവസമാണ്. തിരുവണ്ണാമലയിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഒത്തുചേരും. അവസാനം സന്ധ്യാകുമ്പോൾ ആ മലയുടെ മുകളിൽ വലിയൊരു ദീപം തെളിയിക്കലുണ്ട്, ജ്യോതി തെളിയിക്കലുണ്ട്. അത് പഴയ ആ സ്മരണ പുതുക്കുകയാണ്. മഹാദേവൻ ജ്യോതിർ രൂപത്തിൽ ബ്രഹ്മദേവനും വിഷ്ണുവിനും മുമ്പിൽ പ്രത്യക്ഷമായി അവരുടെ 2 പേരുടെയും അഹങ്കാരത്തെയും തർക്കത്തെയും തീർത്തു കൊടുത്ത ആ ലീല നമ്മൾ ശിവാനന്ദ ലഹരിയിലൊക്കെ കണ്ടു. ജ്യോതിർ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷമായി നിന്ന് ആ ജ്യോതിസിന്റെ ആദിയും അന്തവും കാണാനായിക്കൊണ്ട് ബ്രഹ്മദേവൻ ഹംസരൂപത്തിൽ മുകളിലോട്ട് പോയതും വിഷ്ണു വരാഹരൂപത്തിൽ ഭൂമിക്ക് അടിയിലേക്ക് ഇതിൻ്റെ മൂലം തെരഞ്ഞു പോയതും വിഷ്ണു മൂലം കാണാതെ തിരിച്ചു വന്നതും ബ്രഹ്മദേവൻ നുണ പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നതും ബ്രഹ്മദേവന്റെ 5ാമത്തെ തല ഭഗവാൻ മഹാദേവൻ നുള്ളിക്കളഞ്ഞതുമൊക്കെ ആയിട്ടുള്ള കഥകളൊക്കെ നമ്മൾ ശിവാനന്ദ ലഹരിയിൽ വർണ്ണിച്ചു. അപ്പോൾ ആ ഒരു ജ്യോതിർലിംഗം, ജ്യോതിർഭാവത്തിൽ അനന്തമായ ജ്യോതിസായി മഹാദേവൻ വിഷ്ണുവിനും ബ്രഹ്മദേവനും മുമ്പിൽ പ്രത്യക്ഷമായ ദിവസത്തിൻ്റെ സ്മരണ കൂടിയാണ് തിരുവണ്ണാമലയിൽ. അതാണ് ആ മലയുടെ മുകളിൽ ജ്യോതിസ് പ്രകടിപ്പിക്കുന്നത്. തിരുവണ്ണാമല ജ്യോതിർലിംഗ ക്ഷേത്രവുമാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ പഞ്ചഭൂതലിംഗങ്ങളുണ്ട്. അഗ്നിലിംഗം, വായുലിംഗം, വരുണലിംഗം അല്ലെങ്കിൽ ജലലിംഗം, പൃഥ്വിലിംഗം, ജ്യോതിർലിംഗം. അല്ല, അഗ്നിലിംഗം തന്നെയാണ് ജ്യോതിർലിംഗം. ഇവിടെ തിരുവണ്ണാമല ആകാശലിംഗം. ആകാശലിംഗമാണ് ചിദംബരത്ത്. അഗ്നിലിംഗമാണ് തിരുവണ്ണാമലയിൽ. വായുലിംഗമാണ് കാളഹസ്തി. തിരുപ്പതിക്കടുത്ത് കാളഹസ്തി വായുലിംഗമാണ്. ജലലിംഗമാണ് തൃച്ചിക്കടുത്ത് ജംബുകേശ്വരൻ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. പൃഥ്വിലിംഗം കാഞ്ചീപുരത്ത് ഏകാംബരേശ്വരൻ. അപ്പം അതിൽ ജ്യോതിർലിംഗമാണ് തിരുവണ്ണാമല. അവിടെ ഭഗവാൻ ജ്യോതിസ്വരൂപനായി പ്രകാശിച്ച ആ ദിവസത്തിൻ്റെ വാർഷികം ആചരിക്കുകയാണ്. എത്രയോ ഭക്തജനങ്ങൾ ഇന്ന് തിരുവണ്ണാമലയിൽ ചെന്ന് പ്രദക്ഷിണങ്ങളും, എല്ലാ പൗർണമിക്കും പ്രദക്ഷിണം വയ്ക്കുന്നവരുണ്ട്, ദിവസവും പ്രദക്ഷിണം ചെയ്യുന്നവരുണ്ട്, ഗിരിപ്രദക്ഷിണം. എന്തായാലും നമ്മുടെ ഭാരതം ഇങ്ങനെ പുണ്യദിനങ്ങളെ കൊണ്ടും തീർത്ഥ സ്ഥലങ്ങളെ കൊണ്ടും പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലാ ഭാഗവും. കാലുകുത്താൻ ഒരു സ്ഥലമില്ലാത്ത രീതിയിൽ എല്ലായിടത്തും എന്തെങ്കിലും ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടപ്പുണ്ട്. നമ്മുടെ ഇവിടെ കേരളത്തിലും ദേവീക്ഷേത്രങ്ങളിലൊക്കെ കാർത്തിക വളരെ വിപുലമായി ആചരിക്കുന്നു. ഞങ്ങളുടെ ഇവിടെ ഈ ഓലശ്ശേരിക്കടുത്ത് തിരുവാലത്തൂർ എന്നൊരു ക്ഷേത്രമുണ്ട്. തിരുവാലത്തൂർ 2 മൂർത്തി ക്ഷേത്രം. പാലക്കാട്ടേക്ക് വെച്ച ഏറ്റവും വലിയ ദേവീക്ഷേത്രം അതാണ്. 2 മൂർത്തികൾ, അന്നപൂർണേശ്വരിയും മഹിഷാസുരമർദ്ദിനിയും. പഴയ ക്ഷേത്രമാണ്. ദേവിയുടെ ഭൂതഗണങ്ങൾ നിർമ്മിച്ചതാണെന്നാ പറയുക. പണി കഴിയാത്ത ക്ഷേത്രമാണ്. ഒരിക്കലും അതിൻ്റെ പണി കഴിയില്ല. പണി കഴിയുമ്പോഴേക്കും നേരം പുലർന്നു എന്നും അങ്ങനെ ഭൂതഗണങ്ങൾ ഇട്ടേച്ച് പോയി എന്നും ഉള്ളത് ഐതിഹ്യമാണ്. ആരൊക്കെ വന്നിട്ട് അതിനുശേഷം ആ ക്ഷേത്രത്തിൻ്റെ പണികൾ, മതിലുകളൊക്കെ പൂർത്തീകരിക്കാൻ ശ്രമിച്ചു, ഒന്നും ഒരിക്കലും പൂർത്തിയായിട്ടില്ല. അപ്പോൾ മൊത്തത്തിലൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട് പാലക്കാട് ദേശത്ത്. എന്തെങ്കിലും പണി കഴിയാതെ നിൽക്കുകയാണെങ്കിൽ, ഏതെങ്കിലും വീടുകൾ
പണി കഴിയാതെ നിൽക്കുകയാണെങ്കിൽ, ഏതെങ്കിലും കെട്ടിടങ്ങൾ പണി കഴിയാതെ നിൽക്കുകയാണെങ്കിൽ ആളുകൾ ചോദിക്കും ഇതെന്താ തിരുവാലത്തൂർ അമ്പലം പോലെ എന്ന്. തിരുവാലത്തൂർ അമ്പലം പണി കഴിയാതെ നിൽക്കുന്ന പോലെ ഇങ്ങനെ പാതിയിൽ നിൽക്കുന്നത് എന്താണെന്നൊരു ചൊല്ലുണ്ട്. അത്രയ്ക്ക് വലിയ അമ്പലമാണ്, വലിയ മതിൽക്കെട്ടുകളും വലിയ ക്ഷേത്രവുമാണ്. ദേവി മഹിഷാസുരമർദ്ദിനിയും അന്നപൂർണേശ്വരിയും, രണ്ട് മൂർത്തിമാര്, രണ്ട് ശ്രീകോവിൽ അടുത്തടുത്ത് ഒരു കോമ്പൗണ്ടിനകത്ത്, ഒരേ പ്രാധാന്യം രണ്ടു പേർക്കും. അപ്പോൾ വളരെ വിശേഷമാണ്. ലക്ഷദീപം ഇന്ന് അവിടെ കൊളുത്തു. ഈ കൊറോണ കാലമായതുകൊണ്ട് ഉത്സവമൊക്കെ കുറച്ചു. അല്ലെങ്കിൽ ഉത്സവം ഗംഭീര ഉത്സവമാണ്, 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് അവിടെ. ഇപ്രാവശ്യം വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ എല്ലാവരും വരിക. പാലക്കാട് വരുന്നവരൊക്കെ, ദൂരത്തുള്ളവരൊക്കെ പാലക്കാട് വരുമ്പോൾ ആ തിരുവാലത്തൂർ ക്ഷേത്രം പഴയ ക്ഷേത്രമാണ്, കാണേണ്ടതാണ്. ഇവിടുത്തെ തൃശ്ശൂര് തെക്കേമഠം സ്വാമിയാരുടെ കീഴിലായിരുന്നു അത്. ഇപ്പം അടുത്ത കാലത്ത് മലബാർ ദേവസ്വത്തിന് വിട്ടുകൊടുത്തു. ഇപ്പം മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും വിശേഷമായിട്ടുള്ള ദിവസം എല്ലാവർക്കും ദേവിയുടെയും മഹാദേവന്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. പാലക്കാട് ഏറ്റവും വലിയ സുബ്രഹ്മണ്യ ക്ഷേത്രവും നമ്മുടെ അടുത്ത് തന്നെയാണ്. കൊടുമ്പ്, ഓലശ്ശേരിക്ക് 4 കിലോമീറ്ററേ ഉള്ളൂ. കൊടുമ്പ് നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. പഴനിയുടെ പാതി എന്നുള്ള സങ്കല്പമാണ്. പഴനിക്ക് പോകാൻ പറ്റാത്തവർ കൊടുമ്പിൽ പോയാൽ മതി. സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രമുണ്ട്, അവിടെയും വിശേഷമാണെന്ന്. അപ്പോൾ തമിഴ് സംസ്കാരത്തിലുള്ള പൂജാവിധികളാണ് അവിടെ. എല്ലാ ദേവീദേവന്മാരും ഉണ്ട് ആ കൊടുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ. മഹാദേവനും പാർവതീദേവിയും സുബ്രഹ്മണ്യസ്വാമിയും ഗണേശ ഭഗവാനും ചണ്ഡികേശ്വരനും എല്ലാ ശിവഭൂതഗണങ്ങളും എല്ലാവരും ഉണ്ട്. പാലക്കാട് വരുമ്പോൾ എല്ലാവർക്കും വരാവുന്നതാണ്. ആശ്രമത്തിൽ താമസിച്ച് ഇവിടെയൊക്കെ പോയി കാണാം. ഹരി ഓം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ശങ്കര സ്തോത്ര തരംഗിണി പരമ്പര തുടരാം. ഇന്ന് 241 ദിവസമായി. 241 ദിവസത്തേക്ക് പ്രവേശിച്ചു നമ്മൾ. ത്രിപുരസുന്ദരി മാനസപൂജ 13 ദിവസത്തേക്ക് പ്രവേശിച്ചു. 1-ാം ശ്ലോകം ചൊല്ലിയിട്ട് 46 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഒന്നാം ശ്ലോകം ചൊല്ലി 46 മുതൽ 70 വരെ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. മമ ന ഭജന ശക്തി പാദയോസ്തേ ന ഭക്തി ന ച വിഷയ വിരക്തി ധ്യാനയോഗേന സക്തി ഇതി മനസി സദാഹം ചിന്തയൻ ആദ്യശക്തേ രുചിരവചന പുഷ്പൈഃ അർച്ചനം സഞ്ചിനോമി. 46 മുതൽ ചൊല്ലാം. ദേവിക്കുള്ള ആഭരണങ്ങൾ അണിയിക്കുന്ന ശ്ലോകങ്ങൾ. ഉടുകൃത പരിവേഷ സ്പർദ്ധയാ ശീതഭാനോ ഇവ വിരചിത ദേഹദ്വന്ദ്വമാദിത്യബിംബം അരുണമണി സമുദ്യൽ പ്രാന്ത വിഭ്രാജിമുക്തം സ്രവസി പരിനിദേഹി സ്വർണതാടങ്കയുഗ്മം മരകതവര പദ്മരാഗഹീരോതിത ഗുളികാത്രിതയാവനദ്ധമദ്യാം വിതത വിമലമൗക്തികം ച
കണ്ഠാഭരണമിതം ഗിരിജേ സമർപ്പയാമി. നാനാദേശസമുത്തിതൈർ മണിഗണപ്രോദ്യൽ പ്രഭാമണ്ഡലവ്യാപ്തൈർ ആഭരണൈർവിരാജിതകളാം മുക്താചടാലങ്കൃതാം മധ്യസ്ഥാരുണരത്നകാന്തിരുചിരാം പ്രാന്തസ്ഥമുക്താബലവുരാജാം അംബ ചതുഷ്കികാം പരശിവേ വക്ഷസ്ഥലേ സ്ഥാപയ. അന്യോന്യം പ്ലാവയന്തി സതത പരിചലത്കാന്തി കല്ലോലജാലൈഃ കുർവാണാമജ്ജദന്തഃകരണ വിമലതാം ശോഭിതേവ ത്രിവേണീ മുക്താഭിഃ പദ്മരാഗൈർ മരകതമണിഭിർനിർമ്മിതാ ദീപ്യമാനൈഃ നിത്യം ഹാരത്രയീതേ പരശിവരസികേ ചേതസിദ്ധ്യോ ദദാംനഃ. കരസരസിജനാളേ വിസ്ഫുരത്കാന്തിജാലേ വിലസദമലശോഭേ ചഞ്ചതി സാക്ഷിലോഭേ വിവിധമണിമയൂഗോദ്ഭാസിതം ദേവി ദുർഗേ കനകകടകയുഗ്മം ബാഹുയുഗ്മേ നിദേഹി. വ്യാലംബമാനസിതപട്ടകഗുച്ഛശോഭി സ്ഫൂർജന്മണീഗടിതഹാരവിരോചമാനം മാതർ മഹേശ മഹിളേ തവ ബാഹുമൂലേ കേയൂരകദ്വയമിദം വിനിവേശയാമി. വിതത നിജമയോഗൈർനിർമ്മിതാം ഇന്ദ്രനീലൈഃ വിജിതകമലനാളാലീനമത്താളിമാലാം മണിഗണഖചിതാഭ്യാം കങ്കണാഭ്യാമുപേതാം കലയവലയരാജീം ഹസ്തമൂലേ മഹേശീ. നീലപട്ടമൃദുഗുച്ഛശോഭിതാബദ്ധനൈകമണിജാലമഞ്ജുളാം അർപ്പയാമി വലയാത് പുരസ്സരേ വിസ്ഫുരത്കനകതൈതൃപാലികാം. ആലവാലമിവ പുഷ്പധന്വനാ ബാലവിദ്രുമലതാസു നിർമ്മിതം അങ്കുലീഷു വിനിധീയതാം ശനൈഃ അങ്കുലീയകമിദം മദർപ്പിതം. വിജിതഹരമനോഭൂമത്തമാതംഗകുംഭസ്ഥലവിലുളിതകൂജത് കിങ്കിണീജാലതുല്യം അവിരതകളനാദൈർ ഈശചേതഃ ഹരന്തീം വിവിധമണിനിബദ്ധാം മേഖലാം അർപ്പയാമി. വ്യാലംബമാനവരമൗക്തികഗുച്ഛശോഭി വിഭ്രാജിഹാടകപുടദ്വയരോചമാനം ഹേമ്നാ വിനിർമ്മിതമനേകമണിപ്രബന്ധം നീവിനിബന്ധനഗുണം വിനിവേദയാമി. വിനിഹിതനവലാക്ഷാപംഗബാലാതപൗഘേ മരകതമണിരാജീ മഞ്ജുമഞ്ജീരഘോഷേ അരുണമണിസമുദ്യൽകാന്തിധാരാ വിചിത്രഃ തവ ചരണസരോജേ ഹംസകഃ പ്രീതിമേതു. നിബന്ധശിതിപട്ടകപ്രവരഗുച്ഛസംശോഭിതാം കളക്വണിതമഞ്ജുളാം ഗിരിശചിത്തസമ്മോഹിനീം അമന്തമണിമണ്ഡലീ വിമലകാന്തികിർമീരതാം കിർമീരിതാം നിദേഹി പദപങ്കജേ കനകഗുങ്കുരൂമംബികേ.
വിസ്ഫുരത് സഹജരാഗരഞ്ജിതേ ശിഞ്ചിതേന കലിതാം സഖീജനൈഃ പദ്മരാഗമണിനൂപുരദ്വയീം അർപ്പയാമി തവ പാദപങ്കജേ. പാദാംബുജമുപാസിതും പരിഗതേന ശീതാംശുനാ കൃതാം തനു പരമ്പരാമിവ ദിനാന്തരാഗാരുണാം മഹേഷി നവയാവഗദ്രവഭരേണ ശോണീകൃതാം നമാമി നഖമണ്ഡലീം ചരണപങ്കജസ്താം തവ. ആരക്തശ്വേതപീതസ്ഫുരദുരുകുസുമൈശ്ചിത്രിതാം പട്ടസൂത്രൈർദേവസ്ത്രീഭിപ്രയത്നാദ് അഗരുസമുദിതൈർദൂപിതാം ദിവ്യദൂപൈഃ ഉദ്യൽഗന്ധാന്തപുഷ്പന്ദയ നിബഹസമാരബ്ധ ജംഘാരിഗീതാം ചഞ്ചൽ കൽഹാരമാലാം പരശിവരസികേ കണ്ഠപീഠേർപ്പയാമി. ഗൃഹാണ പരമാമൃതം കനകപാത്ര സംസ്ഥാപിതം സമർപ്പയ മുഖാംബുജേ വിമലവീഠികാമംബികേ. വിലോകയ മുഖാംബുജം മുകുരമണ്ഡലേ നിർമ്മലേ നിദേഹി മണിപാദുകോപരി പദാംബുജം സുന്ദരീ. ആലംബ്യ സ്വസഖീം കരേണ ശനകൈഃ സിംഹാസനാദുത്ഥിതാ കൂജൻ മന്ദമരാളമഞ്ജുളഗതി പ്രോല്ലാസി ഭൂഷാംബരാ. ആനന്ദപ്രതിപാദകൈർ ഉപനിഷദ്വാക്യൈ സ്തുതാ വേദസാ മच्चित्ते സ്ഥിരതാം ഉപൈതു ഗിരിജാ യാന്തി സഭാമണ്ഡപം. ചലന്ത്യാമംബായാം പ്രചലതി സമസ്തേ പരിജനേ സവേഗം സംയാതേ കനകലതികാലംകൃതിഭരേ. സമന്താദുത്താളസ്ഫുരിത പദസംവാദജനിതൈഃ ജണൽക്കാരൈസ്താരൈഃ ജണജണിതമാസീന്മണിഗൃഹം. ചഞ്ചത്വേത്രകരാഭിരംഗവിലസദ്ഭൂഷാംബരാഭി പുരോ യാന്തീഭി പരിചാരികാഭിരമരവ്രാതേ സമുത്സാരിതേ രുദ്ധേ നിർജരസുന്ദരീഭിരഭിദഃ കക്ഷാന്തരേ നിർഗതം വന്ദേ നന്ദിതശംഭു നിർമ്മല ചിദാനന്ദൈകരൂപം മഹഃ. വേദാ പാദതലേ പദത്യയമസൗ വിഷ്ണുർനമത്യഗ്രദഃ ശംഭുർദേഹി ദൃഗഞ്ജലം സുരപതിം ദൂരസ്ഥമാലോകയ. ഇത്യേവം പരിചാരികാഭിരുദിതേ സമ്മാനനം കുർവതി ദൃഗ്ദ്വന്ദ്വേന യഥോചിതം ഭഗവതി ഭൂയാത് വിഭൂത്यै മമ. മന്ദം ചാരണസുന്ദരീഭിരഭിദോ യാന്തീഭിരുത്കണ്ഠയാ നാമോച്ചാരണപൂർവകം പ്രതിദിശം പ്രത്യേകമാവേദിതാൻ വേഗാദക്ഷിപദം ഗദാൻ സുരഗണാനാലോകയന്തീശനൈഃ ദിൽസന്ധി ചരണാംബുജം പതി ജഗത് പായാത് മഹേശപ്രിയാ. അഗ്രേ കേചന പാർശ്വയോ കതിപയേ പൃഷ്ഠേ പരേ പ്രസ്ഥിതാഃ ആകാശേ സമവസ്ഥിതാഃ കതിപയേ ദിക്ഷു സ്ഥിതാ ചാപരേ. സമ്മർദ്ദം ശനകൈരഭാസ്യ പുരതോ ദണ്ഡപ്രണാമാന്മുഹുഃ കുർവാണാ കതിചിത് സുരാ ഗിരിസുതേ
ദൃക്പാദമിച്ഛന്തി തേ അഗ്രേ ഗായതി കിന്നരീ കളപദം ഗന്ധർവകാന്താശനൈഃ ആതോദ്യാനി ച വാദയന്തി മധുരം സവ്യാപസവ്യസ്ഥിതാഃ കൂജന്നോ പുരനാദമഞ്ജു പുരതോ നൃത്യന്തി ദിവ്യാംഗനാഃ ഗച്ഛന്തഃ പരിതസ്തുവന്തി നിഗമസ്തുത്യാ വിരിഞ്ച്യാദയഃ കസ്മൈചിത് സുചിരാദുപാസിതമഹാ മന്ത്രൗകസിദ്ധിം ക്രമാദ് ഏകസ്മൈ ഭവനിസ്പൃഹായ പരമാനന്ദസ്വരൂപാം ഗതിം അന്യസ്മൈ വിഷയാനുരക്തമനസേ ദീനായ ദുഃഖാവഹം ദ്രവ്യം ദ്വാരസമാശ്രിതായ ദദതീം വന്ദാമഹേ സുന്ദരീം ദ്രവ്യം ദ്വാരസമാശ്രിതായ ദദതീം വന്ദാമഹേ സുന്ദരീം വന്ദാമഹേ സുന്ദരീം. 70-ാം ശ്ലോകം വരെയാണ് ഇപ്പൊ വായിച്ചത്. 127 ശ്ലോകങ്ങളാണെന്ന് അറിയാലോ എല്ലാവർക്കും. നാരായണ. ഇന്നലെ നമ്മൾ കണ്ടത് ദേവിക്ക് മാറത്ത് 4 വരിഹാരം 3 വരിമാല, അത് കഴിഞ്ഞ് കടകങ്ങൾ, അത് കഴിഞ്ഞ് കേയൂരം, അത് കഴിഞ്ഞ് കയ്യില് വളകള്, അത് കഴിഞ്ഞ് തൈതൃപാലിക എന്ന് പറഞ്ഞതായിട്ടുള്ള ബ്രേസ്ലെറ്റ്, അതിനുശേഷം മോതിരങ്ങള്, അങ്കുലീയകം കണ്ടു. അതിനുശേഷമാണ് അതുവരെ മിനിഞ്ഞാന്ന് കണ്ടതാണ്. ഇന്നലെ നമ്മൾ 55-ാം ശ്ലോകം മുതൽക്ക് മേഖലയെ കണ്ടു. മേഖല എന്ന് പറഞ്ഞാൽ അരയിൽ ബന്ധിക്കുന്നതായിട്ടുള്ള അരപ്പട്ട. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള ശബ്ദമുണ്ടാക്കുന്ന മഹാദേവന്റെ മനസ്സിനെ ആകർഷിക്കുന്നതായിട്ടുള്ള ആ മേഖല ചാർത്തുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ചരട്, അരഞ്ഞാൻ ചരട്, നീവീ നിബന്ധന ഗുണം എന്ന് പറഞ്ഞു. സ്വർണ്ണ ചരട് ദേവിയുടെ അതിലും മണികളൊക്കെ രത്നങ്ങളൊക്കെ പതിച്ചിട്ടുണ്ട്, ഞാത്തുകളൊക്കെ തൂങ്ങുന്നുണ്ട്, മുത്തുമണികളൊക്കെ തൂങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള സ്വർണ്ണ നിർമ്മിതമായ ചരട് ദേവിയുടെ വസ്ത്രത്തിന്റെ മുകളിൽ ഇതാ നിവേദയാമി ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ 2 ശ്ലോകം കണ്ടത് ദേവിയുടെ പാദങ്ങളിൽ ധരിക്കുന്നതായിട്ടുള്ള പാദസരങ്ങൾ അല്ലെങ്കിൽ ചിലങ്കകൾ. ആദ്യത്തതിൽ ഹംസകഹ എന്ന് പറഞ്ഞു. തവ ചരണസരോജേ ഹംസകഃ പ്രീതിമേതു. പാദസരം അതിന്റെ പര്യായമാണ് ഹംസകഹ. അപ്പോ ഒരു താമരയിൽ ഹംസം രസിക്കുന്നത് പോലെ ഈ പാദസരം അമ്മയുടെ പാദകമലത്തിൽ രസിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദേവിയുടെ ആ ചുവന്ന പാദങ്ങളിൽ ഹംസകം എന്നുള്ളതായിട്ടുള്ള ആഭരണത്തെ ചാർത്തിക്കൊടുത്തു. നാരായണ. അതിനുശേഷം 58-ാമത്തെ ശ്ലോകത്തില് ഗുങ്കുരും നിദേഹി പദപങ്കജേ കനകഗുങ്കുരും അംബികേ. അപ്പൊ ഗുങ്കുരു എന്ന് പറഞ്ഞത് ചിലങ്ക കാലിൽ ചാർത്തുന്നതാണ്. അനേക മണികൾ പിടിപ്പിച്ചിട്ടുള്ള ഒരു പട്ടയോട് കൂടിയതായിട്ടുള്ള നമ്മുടെ നൃത്തത്തിന്, ഡാൻസിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ചിലങ്കയാണ് ഗുങ്കുരു. അപ്പൊ അതില് നീലവർണ്ണത്തിലുള്ളതായിട്ടുള്ള പട്ടുകൾ ഒക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. ഇന്നലെ ഞാൻ അതെന്താന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഒരു ചെറിയൊരു സംശയം പെട്ടെന്ന് പറയാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും നീലപ്പട്ട് കൊണ്ടുള്ളതായിട്ടുള്ള
രണ്ട് മടക്കായിട്ട് നിർമ്മിച്ചിരിക്കുന്നതായിട്ടുള്ള അതിമൃദുലമായിട്ടുള്ള ദേവിയുടെ പാദത്തിൽ ബന്ധിക്കുന്നതായിട്ടുള്ള ആ ഗുങ്കുരു എന്ന് പറയുന്നതായിട്ടുള്ള ചിലങ്ക അതിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് 58-ാമത്തെ ശ്ലോകം കണ്ടു. ഇനി 59-ാമത്തെ ശ്ലോകത്തിലും നൂപുരങ്ങൾ എന്ന് പറയുന്ന കൂടുതൽ താഴേക്ക് ഇഴഞ്ഞു കിടക്കുന്നതായിട്ടുള്ള പാദസരം തന്നെയാണ്, ആഭരണം തന്നെയാണ് അതും. അപ്പൊ മൂന്നാമതായിട്ട് ഒന്നുകൂടെ കാലില് ചാർത്തി കൊടുക്കുന്നു. നൂപുരം എന്ന് പറയുന്നത് അതും കിലുങ്ങുന്നതാണ്, അതും സ്വർണമയമാണ്, രത്നമയമാണ്, പത്മരാഗരത്നം നിർമ്മിച്ചതാണ്. അതാണ് 59-ാമത്തെ ശ്ലോകം. വിസ്ഫുരത് സഹജരാഗരഞ്ജിതേ ശിഞ്ചിതേന കലിതാം സഖീജനൈ പദ്മരാഗമണിനൂപുരദ്വയീം അർപ്പയാമി തവ പാദപങ്കജേ. വിസ്ഫുരത് സഹജരാഗരഞ്ജിതേ ശിഞ്ചിതേന കലിതാം സഖീജനൈഃ പദ്മരാഗമണിനൂപുരദ്വയീം അർപ്പയാമി തവ പാദപങ്കജേ. പദ്മരാഗമണിനൂപുരദ്വയീം അർപ്പയാമി തവ പാദപങ്കജേ. ഹേ ദേവി, തവ പാദപങ്കജേ പത്മരാഗമണിനൂപുരദ്വയീം അർപ്പയാമി. അല്ലയോ ദേവി, ദേവിയുടെ പാദപങ്കജത്തിൽ പാദമാകുന്ന താമരയിൽ പത്മരാഗമണി റൂബി രത്നം, അപ്പൊ ചുവന്ന മാണിക്യ രത്നം കൊണ്ടുള്ളതായിട്ടുള്ള നൂപുരദ്വയീം അർപ്പയാമി, നൂപുരങ്ങൾ രണ്ടിനെ അർപ്പിക്കുന്നു, ദേവിയുടെ പാദങ്ങളിൽ ചേർത്ത് ബന്ധിക്കുന്നു. തവ പാദപങ്കജേ അർപ്പയാമി. അപ്പൊ ആ ദേവിയുടെ പാദപങ്കജത്തെ വിശേഷിപ്പിച്ചതാണ് ആദ്യത്തെ വരി. രണ്ടാമത്തെ വരി ആ നൂപുരദ്വയത്തെ വർണ്ണിച്ചതാണ്. അങ്ങനെ രണ്ട് കാര്യങ്ങൾക്ക് ഓരോ വിശേഷണങ്ങൾ. ഇപ്പൊ വിസ്ഫുരത് സഹജരാഗരഞ്ജിതേ പാദപങ്കജേ. അപ്പൊ പാദപങ്കജത്തിന്റെ വിശേഷണം വിസ്ഫുരത് സഹജരാഗരഞ്ജിതേ. എന്താണ് വിസ്ഫുരത്? നല്ലതുപോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള സഹജമായ രാഗം, സഹജമായ രഞ്ജിപ്പ് എന്ന് വെച്ചാൽ ദേവിയുടെ പാദം എന്നും ചുവന്നതാണ്. അങ്ങനെയുള്ള ആ ചുവന്ന നിറമുള്ളതായിട്ടുള്ള അമ്മയുടെ പാദങ്ങളിൽ സഹജമായ രാഗരഞ്ജിതമായിരിക്കുന്ന അമ്മയുടെ പാദപങ്കജത്തിൽ, അപ്പൊ താമര പോലെ തന്നെ ചുവന്നതാണ് ദേവിയുടെ പാദം. അങ്ങനെ പ്രകാശിക്കുന്ന പാദപങ്കജത്തിൽ ഞാനിതാ നൂപുരദ്വയങ്ങളെ അർപ്പിക്കുന്നു. ആ നൂപുരദ്വയത്തെ വിശേഷിപ്പിച്ചത് ശിഞ്ചിതേന സഖീജനൈഹി കലിതാം നൂപുരദ്വയീം. ശിഞ്ചിതേന, അതിന്റെ കിലുക്കം കേട്ട് കഴിയുമ്പോൾ, അതിന്റെ പ്രത്യേകമായിട്ടുള്ള കിലുക്കമാണ് ദേവിയുടെ പാദസരത്തിന്റെ കിലുക്കം. അത് സഖീജനൈഹി കലിതാം, സഖീജനങ്ങൾക്കൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. ദേവിയുടെ പാദത്തിന്റെ കിലുക്കം, ഈ പാദസരത്തിന്റെ കിലുക്കം കേട്ടാൽ സംശയമേ ഇല്ല, ഇത് ആരാ വരണത് എന്ന് എത്ര ദൂരത്തുനിന്നും അവർക്ക് അറിയാൻ പറ്റും എന്നർത്ഥം. അവർ ദേവിയെ കാണണ്ട, ശബ്ദം കേട്ടാൽ മതി. ആ ചിലങ്കയുടെ അല്ലെങ്കിൽ ആ പാദസരത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ശബ്ദം സഖീജനങ്ങൾക്ക് അറിവുണ്ടാക്കും. കലിതാം എന്ന് പറഞ്ഞാൽ സഖീജനൈ കലിതാം, സഖീജനങ്ങളാൽ അറിയപ്പെടുന്നത് ആണ് ദേവിയുടെ ശിഞ്ചിതം, ആ പാദസരത്തിന്റെ സിഞ്ചനം എന്ന് പറഞ്ഞാൽ കിലുക്കം. അപ്പോൾ വളരെ അടുത്ത് പെരുമാറുന്ന ആളുകൾക്ക് വേഗം തിരിച്ചറിയാൻ പറ്റുന്നതാണ് ദേവിയുടെ പാദസരത്തിന്റെ ആ കിലുക്കം. അപ്പൊ അങ്ങനെയുള്ള നൂപുരം എന്നാണ് ഇത് പറഞ്ഞത്. പാദസരം ആദ്യം പറഞ്ഞു, ചിലങ്ക രണ്ടാമത് പറഞ്ഞു, ഇത് മൂന്നാമത് നൂപുരം. വിസ്ഫുരത് സഹജരാഗരഞ്ജിതേ ശിഞ്ചിതേന കലിതാം സഖീജനൈഃ പദ്മരാഗമണിനൂപുരദ്വയീം അർപ്പയാമി തവ പാദപങ്കജേ. ആഭരണ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ ദേവിയുടെ പാതാരവിന്ദങ്ങളെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും മോളുന്ന് താഴേക്ക് അലങ്കാരങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ ദേവിയുടെ പാതാരവിന്ദങ്ങളെ നമസ്കരിക്കാതിരിക്കാനായില്ല. 10 ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന നഖങ്ങളോടുകൂടിയ
ആ സുന്ദരമായിട്ടുള്ള ദേവിയുടെ പാതാരവിന്ദങ്ങളെ ഞാനിതാ ഭജിക്കുന്നു, വണങ്ങുന്നു, നമാമി എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ്. 60ാമത്തെ ശ്ലോകം. പദാംബുജമുപാസിതും പരിഗതേന ശീതാംശുനാ കൃതാം തനു പരമ്പരാമിവ ദിനാന്തരാകാരുണാം മഹേഷി നവയാവകദ്രവപരേണ ശോണീകൃതാം നമാമി നഗമണ്ഡലീം ചരണപങ്കജസ്താം തവ. പദാംബുജമുപാസിതും പരിഗതേന ശീതാംശുനാ കൃതാം തനു പരമ്പരാമിവ ദിനാന്തരാകാരുണാം മഹേഷി നവയാവകദ്രവപരേണ ശോണീകൃതാം നമാമി നഗമണ്ഡലീം ചരണപങ്കജസ്താം തവ. നമാമി നഗമണ്ഡലീം ചരണപങ്കജസ്താം തവ. തവ ചരണപങ്കജസ്താം നഖമണ്ഡലീം നമാമി എന്നാണ്. അമ്മയുടെ പാദകമലങ്ങളിലുള്ള നഖമണ്ഡലി, നഖങ്ങളുടെ കൂട്ടം, നഖങ്ങളുടെ നിര, ആ നഖമണ്ഡലങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. അപ്പൊ പാദനഖങ്ങളെ നമസ്കരിക്കുകയാണ്. ആ പാദനഖങ്ങളെ വിശേഷിപ്പിക്കുന്നതാണ് മുമ്പിലുള്ള വരികൾ. പദാംബുജമുപാസിതും പരിഗതേന ശീതാംശുനാ കൃതാം തനു പരമ്പരാം ഇവ ദിനാന്തരാകാരുണാം. ഇവിടെ ദേവിയുടെ പാദത്തിലെ നഖങ്ങള് 10 ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു. എന്നാൽ വെളുപ്പല്ല, ചുവപ്പ്, 10 ചുവന്ന ചന്ദ്രൻ. അതാണ് ഇവിടെ പറയുന്നത്. ആ ചന്ദ്രൻ സന്ധ്യാവേളയില് ആ സൂര്യകിരണങ്ങളെ കൊണ്ട് ചുവന്ന് പ്രകാശിക്കും പോലെ. അപ്പൊ ചന്ദ്രനും ഒരു അരുണിമ വരും സന്ധ്യാവേളയിൽ സൂര്യന്റെ അരുണകിരണങ്ങളേറ്റിട്ട്. അതാണ് ദിനാന്തരാകാരുണാം എന്ന് പറയുന്നത്. ദിനാന്തരാഗം, ദിനാന്തം എന്നാൽ സന്ധ്യയാണ്, ദിനത്തിന്റെ അന്തം സന്ധ്യ. സന്ധ്യാരാഗം എന്ന് പറഞ്ഞാല് സന്ധ്യാവേളയിലുള്ള ചുവപ്പിനെയാണ് സന്ധ്യാരാഗം എന്ന് പറയുക. അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചുവപ്പ്. അതുകൊണ്ട് അരുണമായിരിക്കുന്ന തനുപരമ്പരാം കൃതാം ഇവ, തനുപരമ്പരകളെ 10 ശരീരങ്ങളെ ഉണ്ടാക്കിയിരിക്കണു. ആര്? ശീതാംശുന. ശീതാംശു, ശീതകിരണൻ, ചന്ദ്രൻ. ആ ശീതാംശുവിനാൽ കൃതാം തനുപരമ്പരാം, അദ്ദേഹം 10 മൂർത്തിയെടുത്തു. എന്തിനാ? ദേവിയെ ഉപാസിക്കാൻ വന്നതാ. പദാംബുജം ഉപാസിതും പരിഗതേന, പദാംബുജം ഉപാസിതും പരിഗതേന ശീതാംശുന. അപ്പൊ ശീതാംശു ദേവിയുടെ പാദത്തെ സേവിക്കാൻ വന്നതാണ്. സേവിക്കാൻ വന്നപ്പോ 10 ശരീരമെടുത്ത് ദേവിയുടെ പാദത്തിൽ നമസ്കരിക്കുന്നത് പോലെയുണ്ട് ദേവിയുടെ പാദത്തിൽ കാണപ്പെടുന്നതായിട്ടുള്ള ആ നഖങ്ങൾ. ആ നഖങ്ങള് അരുണവർണ്ണമായിരിക്കുന്നു, ചുവന്നിരിക്കുന്നു. അത് ചന്ദ്രൻ ചുവന്നതുപോലെയുണ്ട്. സന്ധ്യാരാഗം കൊണ്ട് ചുവന്ന ചന്ദ്രനെ പോലെ, ചന്ദ്രൻ 10 മൂർത്തികളെ എടുത്തതുപോലെ, ദേവിയുടെ പാദത്തിൽ വീണ് കിടക്കുന്നത് പോലെ, അല്ലെ? 10 ചന്ദ്രന്മാർ അരുണവർണ്ണത്തിൽ ദേവിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണോ എന്ന് തോന്നും എന്നർത്ഥം. അതാണ് പദംബുജമുപാസിതും പരിഗതേന ശീതാംശുനാ കൃതാം തനുപരമ്പരാം ഇവ ദിനാന്തരാകാരുണാം മഹേഷി നവയാവകദ്രവഭരേണ ശോണീകൃതാം. ദേവിയുടെ നഖങ്ങള് ശോണീകൃതങ്ങളാണ്. ശോണീകൃതം ചുവന്നത്. ശോണവർണ്ണം എന്ന് പറഞ്ഞാൽ രക്തവർണ്ണം. ആ ചുവന്ന വർണ്ണത്തോടു കൂടിയത്. എങ്ങനെ? യാവകദ്രവഭരേണ. യാവകദ്രവം എന്ന് പറഞ്ഞാല് അരക്ക്, കോലരക്ക് എന്നൊക്കെ പറയുന്ന അതിന്റെ ചാറ്. ആ അരക്കിൻ ചാറ് കൊണ്ട് ശോണമാക്കപ്പെട്ടത്, ചുവപ്പിക്കപ്പെട്ടതായിട്ടുള്ള നഖമണ്ഡലീം ചരണപങ്കജസ്താം നഖമണ്ഡലീം. ഹേ മഹേഷി അഹം നമാമി. അല്ലയോ മഹാദേവി, മഹേശ്വരി, ഞാനും നമസ്കരിക്കുന്നു.
അപ്പൊ 10 ചന്ദ്രന്മാർ ചുവന്ന് ദേവിയുടെ പാദത്തിൽ നമസ്കരിച്ച് കിടക്കും പോലെ കാണപ്പെടുന്ന നഖങ്ങളോട് കൂടിയതും കോലരക്കിൻ ചാറ് കൊണ്ട് ചുവപ്പിച്ചതുമായിട്ടുള്ള ദേവിയുടെ ആ നഖമണ്ഡലങ്ങളെ ഞാനും നമസ്കരിക്കുന്നു മഹേഷി എന്ന് ശ്ലോകത്തിലെ ആശയം. അപ്പൊ നഖങ്ങളെ നമസ്കരിക്കുകയാണ്, പാദ നമസ്കാരം തന്നെ. പദാംബുജമുപാസിതും പരിഗതേന ശീതാംശുന കൃതാം തനു പരമ്പരാം ഇവ ദിനാന്തരാകാരുണാം മഹേഷി നവയാവഗദ്രവബരേണ ശോണീകൃതാം നമാമി നഖമണ്ഡലീം ചരണപങ്കജസ്താം തവ നമാമി നവമണ്ഡലീ നമാമി നഖമണ്ഡലീം ചരണപങ്കജസ്താം തവ. ഇനി ദേവിയുടെ കഴുത്തിൽ വലിയൊരു താമരമാല അർപ്പിക്കുകയാണ്. 3 വർണ്ണങ്ങളുള്ള താമരകളെ കൊണ്ട് നിർമ്മിച്ച വലിയൊരു താമരമാല നീളത്തില് ദേവസ്ത്രീകൾ ഉണ്ടാക്കിയിട്ട് സുഗന്ധപൂരിതമാക്കിയിട്ട് ദേവിയുടെ കഴുത്തിൽ വലിയൊരു മാല ചാർത്തുകയാണ്. അതാണ് 61ാമത്തെ ശ്ലോകം. ആരക്തശ്വേതപീതസ്ഫുരദുരു കുസുമൈഃ ചിത്രിതാം പട്ടസൂത്രൈഃ ദേവസ്ത്രീഭിഃ പ്രയത്നാദ് അഗരു സമുദിതൈർദൂപിതാം ദിവ്യധൂപൈഃ ഉദ്യൽഗന്ധാന്തപുഷ്പന്തയ നിവഹ സമാരബ്ധ ജാംഗാരിഗീതാം ചഞ്ചത്കൽഹാരമാലാം പരശിവരസികേ കണ്ഠപീഡേർപ്പയാമി. ആരക്തശ്വേതപീതസ്ഫുരദ ഉരുകുസുമൈഃ ചിത്രിതാം പട്ടസൂത്രൈഃ ദേവസ്ത്രീഭിഃ പ്രയത്നാദ് അഗരു സമുദിതൈർദൂപിതാം ദിവ്യധൂപൈഃ ഉദ്യദ്ഗന്ധാന്തപുഷ്പന്തയ നിവഹ സമാരബ്ധ ജാംഗാരിഗീതാം ചഞ്ചൽ കൽഹാരമാലാം പരശിവരസികേ കണ്ഠപീഡേ അർപ്പയാമി. ചഞ്ചൽഹാരമാലാം പരശിവരസികേ കണ്ഠപീഡേ അർപ്പയാമി. ചഞ്ചൽഹാരമാലാം പരശിവരസികേ കണ്ഠപീഡേ അർപ്പയാമി. ഹേ പരശിവരസികേ, അല്ലയോ പരമശിവന് ആനന്ദത്തെ കൊടുക്കുന്ന ദേവി, മഹാദേവനെ സന്തോഷിപ്പിക്കുന്ന ദേവി, തേ കണ്ഠപീഡേ അഹം ചഞ്ചത് കൽഹാരമാലാം അർപ്പയാമി. അമ്മയുടെ കണ്ഠപീഠത്തിൽ, കണ്ഠപീഠം ദേവിയുടെ തോളുകൾ തന്നെയാണ്. കണ്ഠം ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? തോളാണ്. തോളാണ് കണ്ഠത്തിന്റെ പീഠം, കഴുത്തിന്റെ പീഠം, ഇരിപ്പിടം, ബേസ്. അപ്പൊ അമ്മയുടെ തോളിൽ കണ്ഠപീഠേ ചഞ്ചത് കൽഹാരമാലാമർപ്പയാമി. ചഞ്ചൽ എന്ന് പറഞ്ഞാൽ ഇളകുന്നത്, കാറ്റത്ത് ഇളകി ശോഭിക്കുന്നതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കൽഹാരമാല. കൽഹാരം എന്നാല് പലതരത്തിലുള്ള താമരകളുടെ പേരാണ് കൽഹാരം. അപ്പൊ കൽഹാരമാലയെ അമ്മയുടെ കണ്ഠത്തിൽ അഥവാ അമ്മയുടെ തോളിൽ ചാർത്തുന്നു എന്നാണ്. അപ്പൊ ആ കൽഹാരമാലയെ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ആരാണ് നിർമ്മിച്ചത്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വർണ്ണിക്കണം. ആരക്ത ശ്വേത പീത സ്ഫുരദ ഉരു കുസുമൈഃ ചിത്രിതാം പട്ടസൂത്രൈഃ ദേവസ്ത്രീഭിഃ. ദേവസ്ത്രീഭിഃ, ദേവസ്ത്രീകളാൽ ഉരുകുസുമൈഃ ചിത്രിതാം. ഉരുകുസുമങ്ങൾ എന്നാൽ നല്ല മഹത്തായ പുഷ്പങ്ങളെ കൊണ്ട് പട്ടസൂത്രൈഃ ചിത്രിതാം. പട്ടസൂത്രം എന്നാൽ പട്ടുനൂല് തന്നെയാണ്. സൂത്രം നൂലാണ്, പട്ടസൂത്രം നല്ല കസവ് നൂല്.
ആ കസവ് നൂല് കൊണ്ട് ചിത്രിതാം വിചിത്രമായി കെട്ടിയുണ്ടാക്കിയത് വിവിധ വർണ്ണങ്ങളോടുകൂടി. അപ്പൊ ഏതൊക്കെ വർണ്ണങ്ങളുണ്ട് കുസുമങ്ങൾക്ക്? ആരക്തവർണ്ണമുണ്ട്, ശ്വേതവർണ്ണമുണ്ട്, പീതവർണ്ണമുണ്ട്. ആരക്തം എന്നാൽ പാടലവർണ്ണം, ഇളം ചുവപ്പ്. ശ്വേതം എന്നാൽ വെളുപ്പ്, പീതം എന്നാൽ മഞ്ഞ. അപ്പൊ വെളുപ്പും മഞ്ഞയും ഇളം ചുവപ്പുമുള്ളതായിട്ടുള്ള ആ വലിയ സ്ഫുരിക്കുന്ന പ്രകാശിക്കുന്നതായിട്ടുള്ള ഒരു കുസുമൈഹി, നല്ല മഹത്തായ കുസുമങ്ങളെ കൊണ്ട്, നല്ല കുസുമങ്ങളെ കൊണ്ട്, പട്ടസൂത്രൈഹി ചിത്രിതാം, പട്ടുനൂല് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും. ആരാൽ? ദേവസ്ത്രീഭിഹി, ദേവസ്ത്രീകളാണിത് നിർമ്മിച്ചു തന്നത്. കാരണം ദേവലോകത്തിലെ ഉദ്യാനങ്ങളിലെ പൂക്കളാണിത്. അങ്ങനെയുള്ള പൂക്കളെ കൊണ്ട് പ്രയത്നപൂർവം നിർമ്മിക്കപ്പെട്ടതും. അഗരു സമുദിതൈർ ദൂപിതാം ദിവ്യധൂപൈഹി, അഗരു സമുദിതൈർ ദിവ്യധൂപൈഹി ദൂപിതാം, അഖില മുതലായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട്, ദിവ്യമായിട്ടുള്ള ധൂപങ്ങളെ കൊണ്ട്, ദൂപിതാം, അതിനെ പുകച്ച് ഒന്നുകൂടെ സുഗന്ധപൂരിതമാക്കിയിട്ടുണ്ട്, ധൂപനം ചെയ്തിട്ടുണ്ട്. ഉദ്യൽ ഗന്ധ അന്ധ പുഷ്പന്തയ നിവഹ സമാരബ്ധ ജാങ്കാരി ഗീതാം, ആ താമരയിൽ നിന്ന് ജങ്കാര ഗീതമുണ്ടാവുന്നുണ്ട്. ആരുടെ? വണ്ടുകളുടെ. അപ്പൊ വണ്ടുകൾ അതിനെ എന്താ പറയാ, അതിന്റെ പുതുമ കൊണ്ട്, അതിലുള്ള തേൻ നുകരാനായിക്കൊണ്ട് വണ്ടിൻ കൂട്ടങ്ങൾ വന്ന് ഭ്രമിച്ചുകൊണ്ട് ജങ്കാര ഗീതങ്ങളെ ഉണ്ടാക്കുന്നതാണ്. ഉദ്യൽ ഗന്ധ അന്ധ എന്ന് പറഞ്ഞാൽ ഉദിച്ചുയരുന്ന അതിന്റെ ഗന്ധം കൊണ്ട് അന്ധരായിട്ടുള്ള, ഭ്രമിച്ചതായിട്ടുള്ള, അന്ധതയെ ബാധിച്ച മതാന്തരായിട്ടുള്ള പുഷ്പന്തയ നിവഹം. പുഷ്പന്തയന്മാരെന്ന് പറഞ്ഞാല് വണ്ടുകളുടെ പര്യായമാണ് പുഷ്പംധയൻ. പുഷ്പംധയൻ എന്ന് പറഞ്ഞാൽ വണ്ടുകളാണ്. പുഷ്പത്തെ സേവിക്കുന്നവർ, പുഷ്പത്തെ കുടിക്കുന്നവർ എന്നൊക്കെ അർത്ഥമുള്ള പുഷ്പംധയൻ. ധയതി എന്ന് പറഞ്ഞാൽ പാനം ചെയ്യുക എന്നാണ്. സ്തനംധയൻ എന്ന് പറഞ്ഞാൽ മുല കുടിക്കുന്ന കുട്ടി എന്നർത്ഥമാണ്. സ്തനത്തെ ദഹിക്കുന്നവൻ, ദഹിക്കുക. സ്തനംധയൻ ശിശു എന്നർത്ഥമാണ്. അപ്പൊ ഇവിടെ പുഷ്പംധയൻ, പൂവിനെ കുടിക്കുന്നവൻ. ആരാണ്? വണ്ട്, പുഷ്പംധയൻ. അവയുടെ നിവഹം, കൂട്ടം. അവരാൽ സമാരബ്ധ, ആരംഭിക്കപ്പെട്ടതായിട്ടുള്ള ജങ്കാരി ഗീതാം, ജങ്കാരം എന്നുള്ളതായിട്ടുള്ള ആ ശബ്ദത്തെ പുറപ്പെടുവിക്കപ്പെടുന്നതുമായിട്ടുള്ള ചഞ്ചൽ കൽഹാരമാല, ചലിക്കുന്നതായിട്ടുള്ള, സ്ഫുരിക്കുന്നതായിട്ടുള്ള, ആ കാറ്റത്തിളകുന്നതായിട്ടുള്ള കൽഹാരമാലയെ, താമരമാലയെ, ഹേ പരശിവരസികേ തേ കണ്ഠപീഠേ അഹം അർപ്പയാമി, അമ്മയുടെ കണ്ഠപീഠത്തിൽ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ദിവ്യങ്ങളായ താമര പുഷ്പങ്ങളെ, കൽഹാര പുഷ്പങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള മാലയെ സമർപ്പിക്കുകയാണ്. ആരക്തശ്വേതപീതസ്ഫുരദുരുകുസുമൈശ്ചിത്രിതാം പട്ടസൂത്രൈഃ ദേവസ്ത്രീഭി പ്രയത്നാദഗരു സമുദിതൈർധൂപിതാം ദിവ്യധൂപൈഃ ഉദ്യൽഗന്ധാംഗ പുഷ്പം ദയനിവഹ സമാരബ്ധ ജങ്കാരി ഗീതാം ചഞ്ചൽ കൽഹാരമാലാം പരശിവരസികേ കണ്ഠപീഠേ അർപ്പയാമി. ചഞ്ചൽ കൽഹാരമാലാം പരശിവരസികേ കണ്ഠപീഠേ അർപ്പയാമി. പുറപ്പാടെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ പറയുക, ആഭരണങ്ങൾ ചാർത്തുന്ന അലങ്കാര ഗൃഹത്തിലുള്ള പണി കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? അടുത്ത പരിപാടി സഭാമണ്ഡപത്തിലേക്കുള്ള എഴുന്നള്ളപ്പാണ്. എത്രയോ ദേവന്മാര്, ത്രിമൂർത്തികൾ അടക്കമുള്ളതായിട്ടുള്ള ദേവന്മാര് ദേവിയെ കാണാൻ നിരന്ന് നിൽപ്പുണ്ട് സഭാമണ്ഡപത്തില്. അവർക്കൊക്കെ ദർശനം കൊടുക്കണം. എല്ലാവരും എന്നും ദേവിയെ തൊഴാനായിട്ട്, എന്നും പ്രഭാതത്തിൽ ദേവിയുടെ അനുവാദം മേടിക്കാൻ, ദേവിയുടെ അനുഗ്രഹം മേടിക്കാൻ, ദേവിയുടെ കടാക്ഷത്തിന് കൊതിച്ചുകൊണ്ട് എന്നും രാവിലെ ദേവസമൂഹങ്ങൾ നിരനിരയായി വന്ന് കാവൽ കിടക്കും. അങ്ങനെ അവരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ദേവി എല്ലാ തയ്യാറെടുപ്പുമായി കഴിഞ്ഞു.
ഇനി സഖികളാൽ നയിക്കപ്പെട്ടുകൊണ്ട് വഴിയിൽ നീല തിരക്കാണ്. ആ തിരക്ക്, ദേവന്മാരുടെ തിരക്കൊക്കെ ദണ്ഡധാരിണികളായിട്ടുള്ള ദേവിയുടെ സഖികൾ നീക്കിക്കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും സുന്ദരികളായ ദേവസ്ത്രീകളും അപ്സരസ്ത്രീകളും ഒക്കെ ദേവിയെ കാണാൻ നിരന്നു നിൽപ്പുണ്ട്. എല്ലാവരുടെയും നടുവിലൂടെ എല്ലാവരെയും കടാക്ഷിച്ചുകൊണ്ട് ദേവി പോകുന്നതായിട്ടുള്ള രംഗം ഒരു 3-4 ശ്ലോകങ്ങളിലാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം ദേവി പുറത്തേക്ക് പുറപ്പെടാം എന്ന് പറയുന്ന സഖിമാരുടെ വാക്കുകളാണ്. നോക്കാം 62ാമത്തെ ശ്ലോകം. ഗൃഹാണ പരമാമൃതം കനകപാത്ര സംസ്ഥാപിതം സമർപ്പയ മുഖാംബുജേ വിമല വീഡികാമംബികേ വിലോകയ മുഖാംബുജം മുകുരമണ്ഡലേ നിർമ്മലേ നിദേഹി മണിപാദുകോ പരിപദാംബുജം സുന്ദരീ. ഗൃഹാന പരമാമൃതം കനകപാത്ര സംസ്ഥാപിതം സമർപ്പയ മുഖാംബുജേ വിമല വീട്ടികാമംബികേ വിലോകയ മുഖാംബുജം മുകുരമണ്ഡലേ നിർമ്മലേ നിദേഹി മണിപാദുകോ പരിപദാംബുജം സുന്ദരീ നിദേഹി മണിപാദുകോ പരിപദാംബുജം സുന്ദരീ. അപ്പോ ദേവിയുടെ അടുത്ത്, മഹാദേവിയുടെ അടുത്ത് തോഴിമാർ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയണം. ഗൃഹാണ പരമാമൃതം കനകപാത്ര സംസ്ഥാപിതം. അപ്പോ ദേവിക്ക് ഇപ്പൊ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞു, ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോ അമൃതം കുടിക്കാൻ കൊടുക്കുകയാണ്. അമൃതാപിതാനമസി, നല്ല എന്താ പറയുക, മധുപർക്കം എന്നൊക്കെ പറയുന്ന മധുരപാനീയം പോലെയുള്ളതായിട്ടുള്ള അമൃതം ദേവിക്ക് കുടിക്കാനായിട്ട് കൊടുക്കണു. അതാണ് ഇവിടെ പറയുന്നത്. ഗൃഹാണ, സ്വീകരിച്ചാലും എന്താ പരമാമൃതം, ആ പരമമായിട്ടുള്ള അമൃതം എവിടെയുള്ളത്? കനകപാത്ര സംസ്ഥാപിതം, സ്വർണപാത്രത്തിൽ നിറച്ചു വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഈ പരമാമൃതത്തെ സ്വീകരിച്ചാലും അംബികയെ, അമ്മേ ഇത് കുടിച്ചിട്ട് പോകൂട്ടോ. അല്ലേ, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു ചായയോ കാഫിയോ പാലോ ഹോർലിക്സോ ബോൺവീറ്റയോ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങില്ലേ? അതുപോലെ ദേവിക്ക് തോഴിമാര് ബെഡ്റൂമെന്ന് അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഡ്രസ്സിംഗ് റൂമെന്ന് സഭയിലേക്ക് ഇറങ്ങുമ്പോൾ ഇനി എല്ലാവരെയും കണ്ടു കഴിഞ്ഞിട്ട് എപ്പോഴാണോ വല്ലതും കഴിക്കാൻ പറ്റുക എന്നറിയില്ലല്ലോ, അല്ലേ? അപ്പൊ ഇത് കുടിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും അമൃത് തയ്യാറായി കഴിഞ്ഞിരിക്കണു ദേവിക്ക് കുടിക്കാനായിട്ട്. അതാണ് പരമാമൃതം ഗൃഹാണ കനകപാത്ര സംസ്ഥാപിതം, സ്വർണപാത്രത്തിൽ നിറച്ചു തന്നിരിക്കുന്നതായിട്ടുള്ള ഈ അമൃതത്തെ സേവിച്ചാലും പറയണു സമർപ്പയ മുഖാംബുജേ വിമല വീഡികാമംബികേ. അത് കുടിച്ചു കഴിയുമ്പോഴേക്കും വേറൊരാള് താമ്പൂലം, അതാണ് വീഡിക. കർപ്പൂര വീഡികാമോദ സമാകർഷദിഗന്ധര, അല്ലെ? വീഡിക എന്നാൽ താമ്പൂലം തന്നെയാണ്. ബീഡ, നമ്മള് ഹിന്ദിയിൽ ബീഡ എന്ന് പറയും, മലയാളത്തിലും ബീഡ എന്ന് പറഞ്ഞാൽ നമ്മള് ബീഡ കഴിക്കാറുണ്ട്, അല്ലേ? അത് തന്നെയാണ് വീഡിക. സംസ്കൃതത്തിൽ വീഡിക എന്നും ബീഡിക എന്നും പറയാം. അതിൽ നിന്നാണ് പിന്നീട് ബീഡിയൊക്കെ ഉണ്ടായത്, പുകവലി ഉണ്ടാക്കുന്ന ബീഡി. ഇവിടെ താമ്പൂലമാണ് വീഡിക. വിമല വീഡികാം അംബികെ മുഖാംബുജേ സമർപ്പയ. അമ്മേ ഇത് വായിൽ വെച്ചോളൂ, മുഖാംബുജത്തിൽ സമർപ്പിച്ചാലും. അപ്പൊ ഇത് വായിലിരിക്കട്ടെ ഈ താമ്പൂലം. അപ്പൊ കുളി കഴിഞ്ഞ് വന്നിട്ട് ഒരിക്കൽ താമ്പൂലം കൊടുത്തതാണ്. ഈ ഡ്രസ്സിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും എല്ലാം പോയിട്ടുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അടുത്ത ഡോസ് താമ്പൂലം ഇതാ പിടിച്ചോളൂ. വെറ്റില എല്ലാ സുഗന്ധദ്രവ്യങ്ങളോടും കൂടി ചേർത്ത് ആ വീഡികയെ സമർപ്പിക്കുകയാണ്. ഹേ അംബികയെ വിമല വീഡിക മുഖാംബുജെ സമർപ്പയ. വായിൽ വെച്ചോളൂ ഈ വിമല വീഡികയെ, ആ താമര പോലെയുള്ള മുഖത്തിൽ ഇത് ശോഭിക്കട്ടെ. വിലോകയ മുഖാംബുജം മുകുരമണ്ഡലേ നിർമ്മലേ മുകുരമണ്ഡലേ മുഖാംബുജം വിലോകയ. അവിടെ ഒന്ന് നോക്കൂ, ഈ കണ്ണാടി ഒന്ന് നോക്കൂ.
ദേവി പുറപ്പെട്ടു കഴിഞ്ഞു, എല്ലാ ആഭരണങ്ങളും ധരിച്ചു കഴിഞ്ഞു. അപ്പൊ ഒന്ന് കണ്ണാടി കാണിച്ചു കൊടുക്കണം. എന്താണ് മുകുരമണ്ഡലം. മുകുരം കണ്ണാടി, മണ്ഡലം വൃത്താകൃതിയിലുള്ളതായിട്ടുള്ള കണ്ണാടി കാണിച്ചു കൊടുത്ത് നിർമ്മലേ മുകുരമണ്ഡലേ മുഖാംബുജം വിലോകയ, പുറത്തേക്ക് ഇറങ്ങിയല്ലേ ഒന്ന് കണ്ണാടി നോക്കിക്കോളൂ. ഇപ്പൊ നമ്മളൊക്കെ ചെയ്യേണ്ടതാണേ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് കണ്ണാടി നോക്കണം, അല്ലെങ്കിൽ ആളുകൾ പേടിച്ചോടും. അപ്പൊ അതിന് ദേവിയെ മാതൃകയായിട്ട് കാണിച്ചു തരികയാണ്. അല്ലാതെ ദേവിക്ക് കണ്ണാടി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ദേവി എന്ത് ചെയ്താലും സുന്ദരമാണ്. എങ്കിലും ആ ഒരു ചടങ്ങ്, ഫോർമാലിറ്റി, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണാടി നോക്കുക എന്നുള്ളതായിട്ടുള്ള ആ ചടങ്ങൊന്ന് നടത്തുകയാണ്. ഈ നിർമ്മലമായിട്ടുള്ള മുകുരമണ്ഡലത്തിൽ മുഖാംബുജം വിലോകയ, അവിടെ ഒന്ന് നോക്കിയിട്ട് പൊക്കോളൂ, കണ്ണാടി ഒന്ന് നോക്കിക്കോളൂ എന്ന്. അടുത്തത് പറഞ്ഞു, വേറൊരു ദാസി അപ്പോഴേക്ക് ഓടി വന്നു. നിദേഹി മണിപാതുകോപരിപദാംബുജം സുന്ദരി. വേറൊരു ദാസി ഓടി വന്ന് പാതുകം വെച്ചു കൊടുക്കുകയാണ്. മണിപാതുകം, രത്നപാതുകം, കാലിൽ ചെരുപ്പ്, പാതുകങ്ങള്. അത് പദാംബുജത്തെ നിദേഹി, കാലെടുത്ത് വെക്കും. ഇവിടെ താമര പോലെയുള്ള മൃദുവായിട്ടുള്ള പാദങ്ങൾ ഈ പാതുകങ്ങളിൽ വെച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് കാൽക്കൽ പാതുകങ്ങൾ അണിയിക്കുന്ന ദാസിമാര്, സുന്ദരിമാരായിട്ടുള്ള എന്താ പറയുക, സഖിമാര് ദേവിക്ക് പാതുകങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കുന്നു. അതാണ് മണിപാതുകോപരി പദാംബുജം നിദേഹി. മണിപാതുകത്തിന്റെ മുകളിൽ പാദകമലം വെച്ചാലും സുന്ദരി എന്ന്. ഇപ്പൊ നിർമ്മലേ എന്നതും സംബോധനയാവാം, നിർമ്മലേ മുകുരമണ്ഡലേ എന്ന് വിശേഷണവുമാക്കാം. നിർമ്മലേ എന്ന് ദേവിയെ വിളിക്കാം, അംബികേ എന്ന് വിളിച്ചു, സുന്ദരി എന്ന് വിളിച്ചു. അങ്ങനെ 3 സംബോധനയായിട്ട് എടുക്കാം ഇതില്. ഗൃഹാണ പരമാമൃതം കനകപാത്ര സംസ്ഥാപിതം സമർപ്പയ മുഖാംബുജേ വിമല വീട്ടികാമംബികേ വിലോകയ മുഖാംബുജം മുകുരകുണ്ടലേ നിർമ്മലേ നിദേഹി മണിപാതുകോപരിപദാംബുജം സുന്ദരീ. ഇനി പതുക്കത സഭാമണ്ഡപത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറയണം. അങ്ങനെ ഇറങ്ങുന്നതായിട്ടുള്ള ദേവി എന്റെ മനസ്സിൽ ഉറക്കട്ടെ, ഞാൻ കാണുമാറാകട്ടെ എന്ന് ശങ്കരാചാര്യർ പ്രാർത്ഥിക്കണം. ആലംബ്യസ്വസഖീം കരേണ ശനകൈഹി സിംഹാസനാദുത്ഥിതാ കൂജൻ മന്ദമരാളമഞ്ജുളഗതി പ്രോല്ലാസി ഭൂഷാംബര ആനന്ദപ്രതിപാദകൈ ഉപനിഷദ്വാക്യൈ സ്തുതാ വേദസാ മച്ചിത്തേ സ്ഥിരതാം ഉപൈതു ഗിരിജാ യാന്തി സഭാമണ്ഡപം. ആലംബ്യ സ്വസഖീം കരേണ ശനകൈ സിംഹാസനാദുത്ഥിതാ കൂജൻ മന്ദമരാളമഞ്ജുളഗതി പ്രോല്ലാസി ഭൂഷാംബര ആനന്ദപ്രതിപാദകൈർ ഉപനിഷദ്വാക്യൈ സ്തുതാ വേദസാ മച്ചിത്തേ സ്ഥിരതാം ഉപൈതു ഗിരിജാ യാന്തി സഭാമണ്ഡപം. മച്ചിത്തേ സ്ഥിരതാമുപൈതു ഗിരിജാ യാന്തി സഭാമണ്ഡപം. യാന്തി സഭാമണ്ഡപം. സഭാമണ്ഡപം യാന്തി ഗിരിജ മച്ചിത്തേ സ്ഥിരതാം ഉപൈതു. സഭാമണ്ഡപത്തിലേക്ക് യാന്തി എന്ന് പറഞ്ഞാൽ യാനം ചെയ്യുന്നവളായ, സഭാമണ്ഡപത്തിലേക്ക് ഗമിക്കുന്നവളായ ഗിരിജാദേവി പറഞ്ഞു പ്രകാശിക്കണം. ആ ദേവിയുടെ സ്മരണ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്, ഒരു 1.5 കാഴ്ചയാണ് ദേവി സഭാമണ്ഡപത്തിലേക്ക് എഴുന്നള്ളുന്നത്. അപ്പൊ എങ്ങനെയാ എഴുന്നള്ളുന്നത് നോക്കൂ. ആലംബ്യ സ്വസഖീം കരേണ, കരേണ സ്വസഖീം ആലംബ്യ, ഇരുന്നിടത്തുനിന്ന് സിംഹാസനത്തുനിന്ന് എഴുന്നേൽക്കാൻ പിടിക്കാൻ അപ്പുറവും ഇപ്പുറമൊക്കെ ദാസിമാർ ഓടി വന്ന് തയ്യാറായി നിൽപ്പുണ്ട്. ദേവിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പതുക്കെ എണീപ്പിക്കണം. അപ്പൊ ദേവി സഖിയുടെ കരത്തിൽ പിടിച്ചിട്ട്, അതാണ് കരേണ സ്വസഖീം ആലംബ്യ, കൈകൊണ്ട് സഖിയെ പിടിച്ചിട്ട്
ശനകൈഹി സിംഹാസനാദുത്തിത. ശനകൈഹി പതുക്കെ മന്ദമായിട്ട് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നവളായിരിക്കുന്ന ദേവി. സിംഹാസനാദുത്തിത കൂജൻ മന്ദമരാള മഞ്ജുള ഗതി പ്രോലാസി ഭൂഷാംബര. ദേവിയുടെ ഗതി ഏതുപോലെ? മരാളത്തിന്റെ മഞ്ജുള ഗതി. മരാളം എന്ന് പറഞ്ഞാൽ അരയന്നപ്പിട. മരാളം, മരാളിക, മരാളീ മന്ദഗമന അല്ലേ? ലളിതാ സഹസ്രനാമം മരാളീ മന്ദഗമന. അരയന്നപ്പിടയെ പോലെ മന്ദമായി ഗമിക്കുന്നവളാണ് ദേവി. സൗന്ദര്യലഹരിയില് ഇതേ ആചാര്യ ഭഗവത്പാദർ ഒന്നുകൂടി കടത്തി പറഞ്ഞു, അരയന്നങ്ങൾ ദേവിയുടെ അടുത്തുനിന്ന് നടത്തം പഠിക്കാൻ വന്നിരിക്കുന്നു എന്ന്. ദേവിയുടെ നടത്തം കണ്ടിട്ടാണ് അരയന്നങ്ങൾ നടത്തം പഠിച്ചത് എന്നാണ് സൗന്ദര്യലഹരി. അപ്പൊ അങ്ങനെയുള്ള കൂജൻ മന്ദമരാള മഞ്ജുള ഗതി, ശബ്ദിക്കുന്നതായിട്ടുള്ള മരാളങ്ങളുടെ മഞ്ജുളമായിട്ടുള്ള ഗതി, അന്നനട. അങ്ങനെ നടക്കുമ്പോൾ ദേവിയുടെ എവിടുന്നൊക്കെയാണ് കൂജനം ഉണ്ടാവുന്നത്? ദേവിയുടെ പാദസരങ്ങള്, ദേവിയുടെ ആഭരണങ്ങള്, അതിന്റെയൊക്കെ കളകള ശബ്ദങ്ങളാണ്. പ്രോല്ലാസി ഭൂഷാംബര, നല്ലതുപോലെ പ്രകാശിക്കുന്ന ഭൂഷണങ്ങൾ അഥവാ ആഭരണങ്ങളും വസ്ത്രങ്ങളോടും കൂടിയവൾ. അപ്പൊ ദേവിയുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും കളകൂജനങ്ങൾ ഉണ്ടാക്കുന്നു, മരാളത്തിന്റെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. ദേവിയുടെ ഗമനവും മരാളത്തെ പോലെ, മരാളീ മന്ദഗമന, അരയുന്ന പേട പോലെ ദേവി പതുക്കെ മന്ദമായി അലസമായി നടക്കുന്നതായിട്ട് നടത്തം. ആ സമയത്ത് ദേവിയുടെ വസ്ത്രത്തിൽ നിന്നും അലങ്കാരങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ഭൂഷണങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള കിലുക്കങ്ങൾ, അത് മരാളത്തിന്റെ ശബ്ദം, അരയന്നങ്ങളുടെ കളകള ശബ്ദം പോലെ. കൂജൻ മന്ദമരാള മഞ്ജുള ഗതി പ്രോലാസി ഭൂഷാംബര ആനന്ദ പ്രതിപാദകൈർ ഉപനിഷദ് വാക്യൈ സ്തുത വേദസ. അപ്പൊ ദേവിയുടെ യാത്രയില് വേദമന്ത്രങ്ങൾ, ഉപനിഷദ് വാക്യങ്ങൾ സ്തുതിക്കപ്പെടുന്നുണ്ട്. ആരാണ് മുഖ്യ പുരോഹിതൻ? വേദസ. ബ്രഹ്മദേവൻ തന്നെയാണ് ഇവിടെ ദേവിക്ക് പൂർണ്ണ കുംഭങ്ങളുമായിട്ട് മന്ത്രം ചൊല്ലിക്കൊണ്ട് അനുഗമിക്കുന്നത്. ദേവിയെ എന്താ പറയുക, ആ വഴി നടക്കുമ്പോ, യാത്ര നടക്കുമ്പോ മംഗളം ആശംസിച്ചുകൊണ്ട് ദേവിയുടെ ഒപ്പം നടക്കുന്നത് ബ്രഹ്മദേവനും മറ്റുമൊക്കെയാണ്. വേദസാസ്തുത, വേദാവിനാൽ സ്തുതിക്കപ്പെടുന്നു. എങ്ങനെ? ഉപനിഷദ് വാക്യൈഹി, ഉപനിഷദ് വാക്യങ്ങളെ കൊണ്ട്. എങ്ങനെയുള്ള ഉപനിഷദ് വാക്യങ്ങളെ കൊണ്ട്? ആനന്ദ പ്രതിപാദകൈഹി, ആനന്ദത്തെ പ്രതിപാദിക്കുന്നത്, ആനന്ദത്തെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ആ മംഗളവചനങ്ങളെ കൊണ്ട്, ഉപനിഷദ് വാക്യങ്ങളെ കൊണ്ട്. ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത് ആനന്ദാധ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്ത്യഭിസംവിശന്തി സൈഷാ ഭാർഗവീ വാരുണീ വിദ്യ. എന്നിങ്ങനെയുള്ള ഉപനിഷത്ത് മന്ത്രങ്ങള്, ആനന്ദത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള മന്ത്രങ്ങൾ പാടിക്കൊണ്ട് ആനന്ദ പ്രതിപാദകൈഹി ഉപനിഷദ് വാക്യൈഹി സ്തുതാ വേദസാ, ബ്രഹ്മദേവനാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട്, മന്ത്രങ്ങളാൽ ഘോഷിപ്പിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ സഭാമണ്ഡപം യാന്തി ഗിരിജ, സഭാമണ്ഡപത്തിലേക്ക് യാനം ചെയ്യുന്നവളായ ഗിരിജ. മച്ചിത്തേ സ്ഥിരതാമുപൈതു, എന്റെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠയെ പ്രാപിക്കട്ടെ. ഞാൻ എപ്പോ ചിന്തിച്ചാലും ദേവി തിളങ്ങി പ്രകാശിക്കട്ടെ. മച്ചിത്തേ സ്ഥിരതാമുപൈതു ഗിരിജായാന്തി സഭാമണ്ഡപം. ആലംബ്യസ്വസഖീം കരേണ ശനകൈഹി സിംഹാസനാദുത്ഥിത കൂജന്മന്ദമരാള മഞ്ജുളഗതി പ്രോല്ലാസി ഭൂഷാംബര. ആനന്ദ പ്രതിപാദകൈ ഉപനിഷദ് വാക്യൈ സ്തുതാ വേദസാ മച്ചിത്തേ സ്ഥിരത ഉപൈതു ഗിരിജാ യാന്തി സഭാമണ്ഡപം. യാന്തി സഭാമണ്ഡപം.
അപ്പൊ ഇനി ഇതാ ദേവിയുടെ യാത്രയാണ്. അതുവരെ ഒരു 3-4 ശ്ലോകങ്ങളിലുണ്ട്. നമുക്ക് നാളെ കാണാം. അതിമനോഹരമായിട്ടുള്ള വർണ്ണനയാണ്. നമുക്ക് ആചാര്യ ഭഗവത്പാദർ നമുക്ക് ദേവിയുടെ ആ സഭാമണ്ഡപവും അവിടെ വന്ന് നിരന്നു നിൽക്കുന്ന ആളുകളെയും അവർ ചെയ്യുന്ന ദേവിയോടുള്ള ഭക്തി ബഹുമാന പ്രകടനങ്ങളെയും എല്ലാം എങ്ങനെയാ വർണ്ണിച്ചിരിക്കുന്നതെന്ന് കാണാം. നാളെ തുടരാം. എന്നെല്ലാവർക്കും ഒരിക്കൽ കൂടെ കാർത്തിക ആശംസിച്ചുകൊണ്ട് എല്ലാ മംഗളാശംസകളോടെ ഒരു നല്ല ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് വൈകുന്നേരം കാണാം. ഗീതയിൽ 4:30 മണിക്ക് നേരത്തെ നിർത്തണം എന്ന് ഗീത. എല്ലാവർക്കും ദീപ പ്രോജ്വലന പ്രക്രിയകളൊക്കെ ഉണ്ടാവും അല്ലേ? വീടുകളിലൊക്കെ വിളക്ക് വെക്കാനുണ്ടാവും. ചില സമ്പ്രദായങ്ങൾ, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് വൈകുന്നേരം. പാലക്കാടൊക്കെ ചില സമൂഹത്തിൻ്റെ ഇടയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കണം. അടകള്, ചിരട്ടപ്പുട്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് നേദിക്കും ദേവിക്ക്. അപ്പം അങ്ങനെയുള്ള സമ്പ്രദായങ്ങളുണ്ട്. ഒക്കെ നടക്കട്ടെ. അപ്പം നമുക്ക് 4:30 തൊട്ട് 5:30 വരെ എടുക്കാമെന്ന് ഗീത. ഓം ഹരി ഓം ഹരി ഓം നാരായണ. എല്ലാവർക്കും ശുഭദിനം.